നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് എൻ്റെ പ്രസംഗ വിഷയം. വേദപുസ്തകം അറിയാവുന്നവരാണ് നാം എല്ലാവരും തന്നെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ആദ്യത്തെ ഉപമ ഏതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് അനേക ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമ അത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. ഈ ഉപമയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദിസ് ഈസ് ദ ഫസ്റ്റ് പാരബിൾ, ഒന്നാമത്തെ ഉപമയാണിത്. രണ്ട്, 3 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ്. മത്തായി 13-ലും മർക്കോസ് 4-ലും ലൂക്കോസ് 8-ലും. ഈ 3 അധ്യായങ്ങളിൽ, മാത്യു 13, മാർക്ക് 4 ആൻഡ് ലൂക്ക് 8, ഈ 3 അധ്യായങ്ങളിലും ഈ ഉപമ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപമയുടെ വേറൊരു പ്രത്യേകത, ഈ ഉപമയുടെ അർത്ഥം എന്താണെന്ന് നാം ഊഹിച്ച് മനസ്സിലാക്കാനായിട്ട് കർത്താവ് അനുവദിച്ചിട്ടില്ല. ഈ ഉപമയുടെ അർത്ഥം എന്താണെന്ന് വിശദമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാവനയിൽ എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കാം ഈ ഉപമയുടെ അർത്ഥം എന്ന് നമ്മൾ ആരും ഊഹിക്കേണ്ടതായിട്ടില്ല. എന്താണ് ഈ ഉപമയുടെ അർത്ഥമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട്, കർത്താവിൻ്റെ വിശദീകരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉപമ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പല നിലയിൽ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ ഉപമ ആരംഭിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ബിഹോൾഡ്, ഹിയർക്കൻ, ലിസൺ, ശ്രദ്ധിപ്പീൻ അല്ലെങ്കിൽ കേൾപ്പീൻ എന്നുള്ള വാക്ക് ആ ഉപമയ്ക്ക് മുന്നിലായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ പോകുമ്പോഴാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിക്കുക, പറഞ്ഞു വരുന്ന വഴിക്ക് പറയുകയാണ്, ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കേൾപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നതായ ഒരു ഉപമയാണിത്. അങ്ങനെ ലിസൺ കെയർഫുള്ളി, ശ്രദ്ധയോടുകൂടെ കേൾക്കുവീൻ എന്ന് കർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു ഉപമയാണ്. അപ്പോൾ ഈ പല കാരണങ്ങളാൽ ഉപമകളിൽ വെച്ച് വളരെ പ്രാധാന്യമേറിയ ഒരു ഉപമയാണ് വിതയ്ക്കുന്നവന്റെ ഉപമ. ഒന്നാമത്തെ ഉപമയാണ്, 3 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുള്ള ഉപമയാണ്, കർത്താവ് തന്നെ അർത്ഥം വിവരിച്ചിട്ടുള്ള ഉപമയാണ്. കേൾപ്പീൻ എന്നുള്ള മുഖവാചകത്തോടുകൂടെ, ഇൻട്രൊഡക്ഷനോടുകൂടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല നിലകളിൽ വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ സത്യങ്ങൾ ഈ ഉപമയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ ഉപമ മാത്രമല്ല, എല്ലാ ഉപമയും പ്രധാനമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ചില പ്രത്യേകതകൾ ഈ ഉപമയ്ക്കുണ്ട്. അത് ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉപമ ശരിയായിട്ട് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കിയൊക്കെ പഠിക്കണമെങ്കിൽ 3 സുവിശേഷങ്ങളും നമ്മളൊന്ന് വായിക്കണം. എന്നാൽ ഇന്ന് രാത്രി പ്രസംഗ സമയത്ത് ആ 3 സുവിശേഷങ്ങളിലും ഇത് പറഞ്ഞിരിക്കുന്ന വിശദീകരിക്കാൻ വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് പ്രധാനമായിട്ട് വായിക്കുന്നത്. ഇടയ്ക്ക് ആവശ്യം വന്നാൽ മർക്കോസ് 4-ൽ നിന്നും ലൂക്കോസ് 8-ൽ നിന്നും ചില വാചകങ്ങൾ കടമെടുത്ത് പറയുന്നതായിരിക്കും. നമുക്ക് പ്രാരംഭമായിട്ട് നമ്മുടെ വായനയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് തിരിയാം. അവിടെ കർത്താവ് ഈ ഉപമ പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചു. എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി ഈ ഉപമയുടെ അർത്ഥം പറയുന്ന ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. 13-ാം അധ്യായം തന്നെ എൻ്റെ താഴോട്ട് വരുമ്പോൾ
അതിൻ്റെ 18 വാക്യം മുതൽ 13, മത്തായി 13:18 മുതൽ. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഉപമ കർത്താവ് തന്നെ വ്യാഖ്യാനിച്ച് നാം കേട്ടു. വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ. വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതെന്താണെന്ന് ഊഹിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം വിതയ്ക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഈ ഉപമ അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, അതായത് രക്ഷിക്കപ്പെടാത്ത ആളുകളോടുള്ള ബന്ധത്തിലാണ് നാം സാധാരണ ഇത് ചിന്തിക്കാറുള്ളത്. സുവിശേഷം കേട്ടിട്ട് അത് സ്വീകരിക്കാതെ പോകുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ സ്വീകരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ അത് ശരിയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്നവരിൽ മിക്കവാറും പേര്, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കളായി തീർന്നവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഈ ഉപമയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും നാം ശ്രദ്ധിച്ചുകൊള്ളേണ്ട, പിടിച്ചുകൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിശ്വാസികളോടുള്ള ബന്ധത്തിലും വിശ്വാസികളോടുള്ള ബന്ധത്തിലും രണ്ടു കൂട്ടർക്കും ബാധകമായ ആത്മീയ പ്രമാണങ്ങൾ ഈ ഭാഗത്തുണ്ട്. അത് നമുക്ക് പൊതുവെ ഒന്ന് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുക. ഞാനിത് പറഞ്ഞു വരുമ്പോൾ പറയുന്ന ചില വിവരണങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇല്ലാത്തതായിരിക്കാം. എന്നാൽ അത് മർക്കോസിലോ ലൂക്കോസിലോ ഉള്ളതായിരിക്കാം. വായിക്കാൻ വേറെ വായിക്കാൻ സമയം എടുക്കാത്തത് കൊണ്ട് അത് പ്രത്യേകം വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ചില വിവരണങ്ങൾ ഇവിടെ പറയാത്തത് മറ്റു സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതും സന്ദർഭവശാൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞ ആദ്യത്തെ ഉപമ. സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്നത് കർത്താവ് ഉപമ പറഞ്ഞത് പറയുന്ന ആത്മീയ സത്യങ്ങൾ എല്ലാവർക്കും ശരിയായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് എന്നാണ്. നമ്മളൊക്കെ പ്രസംഗത്തിന്റെ മധ്യത്തിൽ ഇലിസ്ട്രേഷൻസ്, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ, കഥകളൊക്കെ ഉപയോഗിക്കുന്ന പോലെ എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് കർത്താവ് ഒരു കഥാരൂപത്തിൽ ഇത് പറഞ്ഞു എന്നാണ് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ കർത്താവ് ഈ ഉപമ പറഞ്ഞത് സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പം മനസ്സിലാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. കേൾക്കുന്ന ആളുകൾക്ക് എളുപ്പം മനസ്സിലാകാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഉപമ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവും. അയ്യോ, ഇത് കേൾക്കുന്നവർ മനസ്സിലാകാതിരിക്കാനാണോ കർത്താവ് പറഞ്ഞത്? അതെ, ഇത് വായിച്ചു നോക്കിയാൽ കർത്താവ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നവർ മനസ്സിലാകാതിരിക്കാനാണ് ഈ ഉപമ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാനതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നതിന് മുൻപായിട്ട് ഈ 12-ാം അധ്യായം, അല്ലെങ്കിൽ ഈ ഉപമ പറഞ്ഞ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാര് കർത്താവിനെ വളരെ തെറ്റായ ഒരു കാര്യം പറഞ്ഞ് എതിർക്കുന്നതായിട്ട് അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ 12:22 അത് പറയുന്നുണ്ട്. അവര് പറയാനായിട്ട് തുടങ്ങി. 24-ാം വാക്യം, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ഇവൻ ബേൽസെബൂലിനെ കൊണ്ട്, അല്ലെങ്കിൽ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് വളരെ അന്യായമായ, സത്യമല്ലാത്തൊരു കാര്യം യഹൂദ നേതാക്കൾ പറയാനായിട്ട് തുടങ്ങി. അതെന്തിനാ അത് അങ്ങനെ പറയുന്നത്? ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ ഒക്കെയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് തന്നെ താഴെ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ പിന്നെ നിലനിൽപ്പില്ല. പിശാചിനെ തന്നെ ഓടിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാചിന് നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കയില്ല, ഭൂതത്തിനെതിരെ പ്രവർത്തിക്കയില്ല. ഇത് കോമൺ സെൻസ് ആണ്, സാമാന്യ വിവേകമാണ്. ഏത് മനുഷ്യനും അറിയാം ഒരു രാജ്യം ആ രാജ്യത്തിനെതിരെ ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല. അപ്പോൾ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഒരിക്കലും ഭൂതങ്ങളെ പുറത്താക്കയില്ല. കർത്താവ് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടല്ല ഭൂതങ്ങളെ പുറത്താക്കിയത്.
ഇത് മനസ്സിലാക്കാൻ PhD പഠിക്കുമൊന്നും വേണ്ട, വലിയ മഹാജ്ഞാനിയാകേണ്ട ആവശ്യമില്ല, സാമാന്യ ബുദ്ധി മതി. ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഒരിക്കലും ഭൂതങ്ങളെ പുറത്താക്കയില്ല. പിന്നെന്തിനാ ഇവരിങ്ങനെ പറഞ്ഞത്? ഇവരിങ്ങനെ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. ഇവൻ ഭൂതങ്ങളെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഇവൻ ദൈവശക്തി കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പല കുഴപ്പങ്ങളുണ്ട്. അതെന്താ കുഴപ്പങ്ങൾ? മശിഹ വരുമ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ രോഗികളെ സൗഖ്യമാക്കുക മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഇവൻ ദൈവശക്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവർ അംഗീകരിക്കേണ്ടി വരും. എന്തംഗീകരിക്കേണ്ടി വരും? ഇവൻ മശിഹ ആണെന്ന് അംഗീകരിക്കേണ്ടി വരും. അത് ഏതായാലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എളുപ്പത്തിലുള്ളൊരു മാർഗം, ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ ഇവനെ അംഗീകരിക്കുകയും വേണ്ട, ഇവന്റെ മെസ്സയാഷിപ്പ് അംഗീകരിക്കുകയും വേണ്ട. അതിനു വേണ്ടിയാണ് അവരങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ സ്നാപകൻ തടവിലായിരുന്ന സമയത്ത് അവൻ ചില ശിഷ്യന്മാരെ കർത്താവിൻ്റെ അടുക്കൽ വിട്ടു. എന്നിട്ട് വരുവാനുള്ളവൻ നീ തന്നെയാണോ, ഞങ്ങൾ മറ്റൊരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞയച്ചു. നിങ്ങളുടെ ഓർമ്മയിൽ കാണും. കർത്താവ് എന്താ പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാണ് വരുവാനുള്ളവൻ എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ അല്ല, ഞാനല്ല, നീ വേറെ ആരെങ്കിലും കാത്തിരുന്നോ എന്നുമല്ല പറഞ്ഞത്. ഇതിൽ യേശും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? നിങ്ങൾ പോയി യോഹന്നാൻ സ്നാപകനോട് പറയണം, ഇവിടെ എന്തെല്ലാമാണ് എൻ്റെ പ്രവൃത്തികളാൽ നടക്കുന്നതെന്ന്. ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ചെകിടര് കാത് കേൾക്കാൻ പാടില്ലാത്തവർ അവർ കേൾക്കാനിടയാകുന്നു, ഊമര് സംസാരിക്കുന്നു, കുരുടർ കാണുന്നു. ഇത് നിങ്ങൾ പോയി പറയണം. ഈ ചോദ്യവുമായിട്ട് ഈ ഉത്തരത്തിന് എന്താ ബന്ധമുള്ളേ? ചോദ്യം എന്താ? വരുവാനുള്ളവൻ നീയാണോ, അതായത് മശിഹ നീയാണോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? അതാണ് ചോദ്യം. മറുപടി എന്താ? ഭൂതങ്ങളെ പുറത്താക്കുന്നു, കുരുടർക്ക് സൗഖ്യം ലഭിക്കുന്നു. അതെന്താ കർത്താവ് അങ്ങനെ മറുപടി പറഞ്ഞത്? അതാണ് കറക്റ്റായ മറുപടി. എന്തുകൊണ്ടാണെന്നറിയാമോ? പഴയ നിയമം അറിയാവുന്ന യഹൂദന്മാർക്കറിയാം, മശിഹ വരുമ്പോൾ, യെശയ്യാപ്രവചനത്തിൽ നമ്മളിത് വായിച്ചിട്ടുണ്ട്, മശിഹ വരുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് യഹൂദന്മാരോട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മെസ്സയാഷിപ്പിന്റെ ക്രെഡൻഷ്യൽസ് ആണ് ഈ കാര്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ അവൻ മശിഹ ആണെന്നുള്ളതിന്റെ തെളിവ്, അടയാളങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ യോഹന്നാനോട് പോയി ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് അറിയാവുന്ന യോഹന്നാൻ ഒരു കാര്യം മനസ്സിലാകും. എന്ത് മനസ്സിലാകും? മശിഹ വരുമ്പോൾ സംഭവിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴിതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണിത്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ മശിഹ ആണ്, ഇനി വേറെ ഒരു തെളിവും ആവശ്യമില്ല എന്ന് യോഹന്നാന് മനസ്സിലാകും. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ മറുപടി പറഞ്ഞയച്ചത്. നമ്മുടെ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഭൂതങ്ങളെ ഉപയോഗിക്കുന്നവനെ, അവൻ പിശാചിന്റെ സ്നേഹിതനായിരിക്കണമല്ലോ, അവനെ എന്തിനാ അംഗീകരിക്കുന്നത്? എന്നാൽ ഇവൻ ദൈവശക്തിയാലാണ് ഇത് ചെയ്യുന്നതെന്ന് വന്നാൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു. മശിഹ വരുമ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാ ഈ യേശു ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ മശിഹായും കർത്താവുമായി അംഗീകരിക്കേണ്ടി വരും. അത് കഴിയലാത്തത് കൊണ്ട് ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ഒക്കും. വളരെ വികലമായൊരു ന്യായമാണ്, എന്നാലും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. എൻ്റെ മനസ്സിൽ വേറൊരു കാര്യം വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഒരു പുസ്തകം ചാൾസ് ഡാർവിൻ എഴുതി. ആ പുസ്തകം വഴിയാണ് പരിണാമവാദം ലോകം മുഴുവൻ വ്യാപിക്കാനായിട്ടിടയായത്. ഒന്ന് രണ്ട് പുസ്തകങ്ങൾ വേറെ ഉണ്ടായിരിക്കാം, എന്നാൽ അതിലെ ഏറ്റവും അറിയപ്പെടുന്ന പുസ്തകം ഇതാ. ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഈ പുസ്തകത്തിന്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13ാമത്തെ എഡിഷനിൽ, അല്ലെങ്കിൽ ഒരു എഡിഷനിൽ ആർതർ കീത്ത് എന്ന് പറയുന്ന ഒരു വലിയ പരിണാമവാദി അതിനൊരു മുഖവര എഴുതിയിട്ടുണ്ട്. ആ മുഖവരയിൽ, അതായത് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ചാൾസ് ഡാർവിന്റെ പുസ്തകത്തിന് വലിയൊരു പരിണാമവാദിയായ ആർതർ കീത്ത് എഴുതിയിരിക്കുന്ന മുഖവരയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഞാനൊന്ന് ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എവല്യൂഷൻ ഈസ് അൺപ്രൂവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് അൺപ്രൂവബിൾ.
But we believe in evolution because the only other alternative is to believe in special creation which is unthinkable. അതിൻ്റെ മലയാളം, എവല്യൂഷൻ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇനി ഒരിക്കലും തെളിയിക്കാൻ ഒക്കുകയുമില്ല. ഇതാര് പറഞ്ഞ? ഉപദേശി പറഞ്ഞതല്ല. എവല്യൂഷന്റെ പുസ്തകത്തിന്റെ മുഖവരയിൽ അവര് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എവല്യൂഷൻ ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല, തെളിയിക്കാൻ ഒക്കെയുമില്ല. പിന്നെന്തിനാ ഇത് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വിശ്വസിച്ചില്ലെങ്കിൽ സ്പെഷ്യൽ ക്രിയേഷൻ വിശ്വസിക്കണം. അതായത് ദൈവമാണ് ഇതിനെ എല്ലാം സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കണം. ദാറ്റ് ഈസ് അൺതിങ്കബിൾ. അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് സോ കോൾഡ് ശാസ്ത്രജ്ഞന്മാരുടെ ന്യായം? കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് എന്തിനാ പറയുന്നത്? അത് തെളിയിക്കപ്പെട്ടത് കൊണ്ട് പറയുന്നതല്ല, തെളിയിക്കാൻ ഒക്കെയുമില്ല. പിന്നെന്തിനാ ഇത് പറയുന്നത്? അത് പറഞ്ഞില്ലെങ്കിൽ ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്നും സൃഷ്ടാവുണ്ടെന്നും അവനെ അനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ പറയണം. അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതിനുള്ള എളുപ്പമാർഗമാണ് കുരങ്ങിയെന്നുണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവവും ദേവനും ഒന്നും ഇതിന്റെ പുറകിലില്ലെന്ന് പറയാം. അപ്പോ 2000 വർഷം മുമ്പ് ഇവര് പറഞ്ഞ ന്യായം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ വാചകം വേറെയാണെങ്കിൽ കാര്യം ഒന്ന് തന്നെയാണ്. സത്യം അംഗീകരിക്കാൻ മനസ്സില്ല. അപ്പൊ സത്യം അംഗീകരിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒടുക്ക് ന്യായം, പൊട്ട ന്യായം കണ്ടുപിടിക്കണം. അതുകൊണ്ട് പറയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഭൂതം പുറത്താക്കപ്പെടുന്നത് ഭൂതങ്ങളുടെ എതിരായ ശക്തി കൊണ്ടാണ്, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് എന്ന് ആർക്കും അറിയാം, ആർക്കും മനസ്സിലാകും. എന്നാൽ അത് അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഭൂതങ്ങളെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പം അവരുടെ കാര്യം സാധിക്കും. ഈ കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് ഉപമകൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാം ഇപ്പോൾ വായിക്കാൻ എനിക്ക് സമയമില്ല. 13:10 ശിഷ്യന്മാർ അടുക്കൽ വന്ന്, എന്തിനാണ് നീ ഉപമകളായി ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ മറുപടി അതിൻ്റെ താഴെ വിശദമായിട്ട് അടുത്ത 3-4 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 13-ാം വാക്യം മാത്രം നോക്കുക. അതുകൊണ്ട് അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. കണ്ടിട്ടും അവർ കാണുന്നില്ല, കേട്ടിട്ടും അവർ ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ലെന്നല്ല, മനസ്സിലാക്കാൻ മനസ്സില്ല. അതുകൊണ്ട് ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ദൈവീകമായ സത്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന നിലയിൽ വെളിപ്പെട്ടിട്ടും ആ സത്യങ്ങൾ അംഗീകരിക്കാനായിട്ട് നിനക്ക് മനസ്സില്ലെങ്കിൽ, ഇനി കൂടുതൽ ദൈവീക സത്യങ്ങൾ നിനക്ക് മനസ്സിലാകുന്ന നിലയിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നതൊക്കെ ഉപമകളിലാണ്. എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല. ഇത് മനസ്സിലാവും. ആർക്ക് മനസ്സിലാകും? ഇത് ഗ്രഹിക്കണം, ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് അന്വേഷിച്ച് ചോദിക്കുന്നവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കും. അല്ലാത്തവൻ ഇത് മനസ്സിലാക്കണ്ട. അതിനാണ് ഉപമകളിൽ പറയുന്നതെന്ന് കർത്താവിടെ വിശദീകരിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് യെശയ്യാ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇവിടെ മത്തായി 13:14 കർത്താവ് ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അവര് ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതിരിക്കാൻ, ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കാനാണ് ഞാൻ ഉപമകളിൽ പറയുന്നത്. അയ്യോ, ഇത് വിചിത്രമായ ഒരു വാദമാണല്ലോ എന്ന് തോന്നും. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന 500 അല്ലെങ്കിൽ എത്രയെങ്കിലും ആകട്ടെ ആളുകൾക്കെല്ലാം മനസ്സിലാകണമെന്നുള്ള വിചാരത്തിലാണ്. അതുകൊണ്ടാണ് വിശദീകരിച്ച് ആവർത്തിച്ചൊക്കെ പറയുന്നത്. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാതിരിക്കാനാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതെന്തോ ഒരു പ്രസംഗമാണെന്ന്. എന്നാൽ കർത്താവ് പറയാണ്, താൻ ഉപമകളായി സംസാരിക്കുന്നത് ചിലർക്കിത് മനസ്സിലാകാതിരിക്കാനാണ്. ആർക്ക് മനസ്സിലാകാതിരിക്കാനാണോ? അല്ല, താല്പര്യമുള്ളവർ, സത്യം അറിയാൻ ആഗ്രഹമുള്ളവർ, ദൈവിക സത്യത്തെ അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നവര്, അവര് കർത്താവിൻ്റെ അടുത്ത് ഇത് അന്വേഷിച്ചു വരും. അപ്പോൾ അവർക്ക് കർത്താവ് ഇതിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കും, അവരിത് അംഗീകരിക്കും. അങ്ങനെയാണ് ശിഷ്യന്മാർ വന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, he is willing to explain the truths
to those who really love the truth. സത്യത്തെ സ്നേഹിക്കുന്നവർക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സാ. Parable hides or parable reveals truths to those who are receptive and conceals or hides it from those who are unreceptive. എന്ന് പറഞ്ഞാൽ സത്യം സ്വീകരിക്കാൻ മനസ്സുള്ളവർക്ക് ഉപമകൾ സത്യത്തെ വെളിവാക്കി കൊടുക്കുകയും അൺറിസെപ്റ്റീവായിട്ടുള്ള സത്യം സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരിൽ നിന്ന് ദൈവിക സത്യങ്ങൾ ഉപമകൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ കൈയാണിത്, ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും സാമാന്യ ബുദ്ധിയിൽ തന്നെ ഗ്രഹിക്കാൻ കഴിയുമെന്നിരിക്കെ മനഃപൂർവമായി സത്യത്തോട് മറുതലിക്കുകയും സത്യത്തിന് കീഴ്പ്പെടാതിരിക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ല. വാസ്തവത്തിൽ സത്യം അറിയണം, സത്യത്തെ പിൻപറ്റണം, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള വലിയ സത്യം ഈ ഉപമയുടെ മുഖവരയിൽ പറഞ്ഞിട്ടുണ്ട്. ഉപമയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിനാണ് ഉപമ പറഞ്ഞത് എന്നുള്ളത് നാം ഗ്രഹിക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. യഹൂദന്മാരായ ഈ ആളുകളോട് കർത്താവ് പറയാണ്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, കാരണം ഞാൻ നേരിട്ടല്ല പറയാൻ പോകുന്നത്. എന്നാൽ വാസ്തവത്തിൽ സത്യം അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് ഞാനിത് വിശദീകരിച്ചു കൊടുക്കും, അവർക്ക് മനസ്സിലാകും. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ട, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇത് വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്ന ഒരു പ്രമാണമാണ്. ഈ പ്രമാണത്തെക്കുറിച്ച് തന്നെ അനേക കാര്യങ്ങൾ ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. ഞാൻ 2-3 ഭാഗങ്ങൾ ഈ സത്യം, ഇതേ സത്യം കാണിക്കുന്ന 2-3 ഭാഗങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ഈ സ്ഥലത്ത് ദൈവത്തിന്റെ വചനം അറിയിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഈ സ്ഥലത്തെന്ന് മാത്രമല്ല, ഈ മധ്യ തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിലൊക്കെ എത്രയോ കൺവെൻഷനുകൾ, എത്രയോ പ്രസംഗങ്ങൾ, ഏതെല്ലാം കൂട്ടക്കാരുടെ സുവിശേഷ വിഹിത സഭകളുടെ എന്തെല്ലാം നിലയിലുള്ള യോഗങ്ങൾ നടക്കുന്നു. നമ്മുടെ കാര്യം തന്നെ പറഞ്ഞാൽ നമ്മുടെ മധ്യത്തിൽ തന്നെ എന്തുമാത്രം പ്രസംഗങ്ങൾ, എന്തുമാത്രം ദൈവിക സത്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം വിശദീകരിച്ചു തരുവാൻ ദൈവത്തിന്റെ കൃപാവരമുള്ള ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ സത്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കേട്ട സത്യങ്ങളോട് വിശ്വസ്തത പുലർത്തി ആ സത്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ആ സത്യങ്ങൾക്ക് അനുസരണമായി ജീവിതത്തെ ക്രമീകരിക്കാൻ മനസ്സ് വെച്ചവർ എത്ര പേരുണ്ട്? വന്ന് കേട്ട് നല്ല പ്രസംഗമായിരുന്നു പറഞ്ഞ് പോകാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഈ മനസ്സിലായ ഗ്രഹിച്ച സത്യങ്ങൾക്ക് കീഴ്പ്പെടുവാൻ, എൻ്റെ ഹൃദയത്തെ അതിന് കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ, ആ സത്യങ്ങൾക്ക് അനുസരണമായി എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ എനിക്ക് കഴിഞ്ഞ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരാഴ്ചയായി ദൈവദാസന്മാർ വഴി ദൈവവചനം കേൾക്കുക. എന്തെല്ലാം സത്യങ്ങൾ നിങ്ങൾ ഈ ഒരാഴ്ച കേട്ട് കാണും. ആ കേട്ട കാര്യങ്ങളോട് വിശ്വസ്ത പുലർത്തണം, അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സാരമില്ല, ദൈവിക സത്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നൊരു ദൃഢനിശ്ചയം, എന്നൊരു താല്പര്യം നമ്മിൽ എത്ര പേർക്കുണ്ട്? അതോ കേവലം ഈ കാര്യങ്ങൾ കേട്ട് നാം കടന്നു പോകുന്നവരായിട്ടേ ഇരിക്കുന്നുള്ളൂ? പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാതെ പോയാൽ ആത്മീകമായി വെളിച്ചം നമുക്ക് കുറഞ്ഞു പോകും, ദൈവിക സത്യങ്ങൾ നമുക്ക് മനസ്സിലാകാതിരിക്കും. ഞാൻ ഇന്ന് രാത്രി വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ അനേക വർഷങ്ങളായി പ്രസംഗം കേൾക്കുന്ന അനേക ആളുകളുണ്ട്. വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ, ദൈവവചനത്തിന്റെ കേൾവിയാണല്ലോ നമ്മുടെ വിഷയം. അത് 2 കൂട്ടർക്കും ബാധകമാണ്. എന്നാൽ ഇത്രയും വർഷം ഇത് കേട്ടിട്ടും യാതൊരു ഗുണവും ജീവിതത്തിൽ ഉണ്ടാകാത്ത അനേക ആളുകളുണ്ട്. ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നില്ല, പാപത്തോടുള്ള മനോഭാവത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല, ചണ്ടയും പിണക്കവും അസൂയയും ദ്രവ്യാഗ്രഹവും അശേഷം കുറയുന്നില്ല, ജീവിതം കൂടുതൽ വിശുദ്ധമായി തീരുന്നില്ല, കർത്താവിനോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരുന്നില്ല,
യോഗത്തിന് വരുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൺവെൻഷന് പോകുന്നുണ്ട്. പുറമേ ദൈവീകമായ കാര്യങ്ങളെന്ന് വിചാരിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ സഭാജീവിതത്തിലോ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഹൃദയ തകർച്ച ഉണ്ടാകുന്നില്ല, വിനയമുണ്ടാകുന്നില്ല, ലോകത്തോട് വെറുപ്പുണ്ടാകുന്നില്ല, ധനത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്നില്ല, ആത്മീയമായി കൂടുതൽ വെളിച്ചം ലഭിക്കുന്നില്ല. അനേക ആളുകളുടെ കാര്യവും അങ്ങനെയാ. എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കേൾക്കുന്നത് മനസ്സിലാകാഞ്ഞിട്ടല്ല. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രസംഗിക്കുന്നത് മനസ്സിലാവും, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷും മനസ്സിലാവും, പറയുന്ന വാക്കുകളുടെ അർത്ഥം പിടുത്തം കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അതിലെ ആത്മീക സത്യങ്ങൾ ജീവിതത്തെ ഗ്രസിക്കുന്നില്ല. പ്രസംഗകൻ പറഞ്ഞ 100% മനസ്സിലായി, അദ്ദേഹത്തിന്റെ എല്ലാ വിശദീകരണവും മനസ്സിലായി, എല്ലാ വാക്യവും മനസ്സിലായി. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം വളരെയായി, ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? സത്യത്തെ സ്നേഹിക്കുന്നില്ല. സത്യം സത്യമായിട്ട് മനസ്സിലാക്കിയിട്ടും അതിന് കീഴ്പ്പെടാൻ മനസ്സില്ല. ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഉള്ളിൽ അറിയാം, പക്ഷേ അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് വേറെ ന്യായം പറയുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യവർഗത്തിനെതിരെ ദൈവം ഒരു വലിയ ഒരു കേസ് ചാർജ് ചെയ്തതായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, മനുഷ്യനെതിരെ ഒരു വലിയ ആരോപണം ദൈവം പറയുകയാണ്. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി എന്നൊരു ചാർജ് ദൈവം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. എന്താ മനുഷ്യവർഗത്തെ കുറിച്ച് പറയുന്നത്? ദൈവത്തെ അറിഞ്ഞിട്ടും, ദൈവമാണ്, ദൈവത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തിയില്ല. അവന് കൊടുക്കേണ്ട മാനം കൊടുത്തില്ല, അവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ദൈവത്തോട് നന്ദി കാണിച്ചില്ല, ലഭിച്ച വെളിച്ചത്തോട് അനുസരണം കാണിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ദൈവീക സത്യങ്ങൾ ഗ്രഹിച്ചിട്ട് അതിനെ പിൻപറ്റാത്ത സകലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിശ്വാസികളുടെ കാര്യമാണെന്ന്, വിശ്വാസികളുടെ കാര്യമല്ല. പക്ഷേ ഈ പ്രമാണം വിശ്വാസികൾക്കും ബാധകമാണ്. ദൈവീകമായ ഇടപെടലുകൾ, ദൈവത്തിന്റെ കൈ ജീവിതത്തിൽ സെൻസ് ചെയ്തിട്ടും അത് മനസ്സിലാക്കിയിട്ടും ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ മനസ്സ് വെക്കുന്നില്ല, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല, അവനോട് ഉണ്ടായിരിക്കേണ്ട നന്ദി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് അവരുടെ ഹൃദയം ഇരുണ്ടു പോകുവാൻ, അവർ വഞ്ചിക്കപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചു. തെസ്സലോനിക്ക ലേഖനത്തിൽ അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ പ്രമാണം പറയുന്നുണ്ട്. അവിടെ ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്, അവർ സത്യത്തെ കൈക്കൊണ്ട് സ്നേഹിക്കായകയാൽ എന്ത് സംഭവിക്കും? ഭോഷ്ക് വിശ്വസിക്കുന്ന ആത്മാവിനെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. ദൈവം ചിലര് ഭോഷ്ക് വിശ്വസിക്കാൻ ദൈവം ഇടയാക്കും. അയ്യോ, ദൈവം അങ്ങനെ ചെയ്യുമോ? ദൈവം അങ്ങനെ ചെയ്യും. ചിലര് വഞ്ചിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കും. എന്തുകൊണ്ട് ഇടയാക്കും? സത്യത്തെ അവർ സ്നേഹിക്കാത്തത് കൊണ്ട് വഞ്ചനയിൽ അകപ്പെടുവാൻ ദൈവം ഇടയാക്കും. സത്യസുവിശേഷം പറഞ്ഞാൽ അംഗീകരിക്കാനായിട്ട് മനസ്സില്ല. നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ദൈവം രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. കാൽവറിലെ ക്രൂശിൽ ദൈവപുത്രൻ നിന്റെ പാപത്തിന് ശിക്ഷ മുഴുവൻ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിശ്വാസത്താൽ അനുതാപത്തോടെ ആ ദൈവപുത്രനിൽ നീ ശരണപ്പെട്ടാൽ നിന്റെ സകല പാപങ്ങളും മോചിക്കപ്പെടും, സൗജന്യമായി മോചിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. ഞാനൂടെ എന്തെങ്കിലും ചെയ്യാതെ എങ്ങനെയാ എൻ്റെ പാപം മോചിക്കപ്പെടുന്നത്? ഞങ്ങളുടെ സഭയെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താതെ എങ്ങനെയാണ് പാപം മോചിക്കപ്പെടുന്നത്? ദൈവാത്മാവ് പാപബോധം നൽകിയിട്ടും രക്ഷകരെ കാണിച്ചു കൊടുത്തിട്ടും ദൈവം ഒരുക്കിയ രക്ഷാമാർഗം അംഗീകരിക്കാൻ മനസ്സില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ മനസ്സില്ലാത്തവര് എല്ലാ ഭോഷ്കും വിശ്വസിക്കും.
മാതാവിൻ്റെ കണ്ണിൽ നിന്ന്, മാതാവിൻ്റെ പ്രതിമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നെന്ന് കേട്ടാൽ ഉടനെ കയറും, അടുത്ത വണ്ടി കയറും. എന്തിനാ? അത് പോയി കാണാനായിട്ട്. അത് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. വിഗ്രഹത്തിന്റെ കണ്ണിൽ നിന്ന് ചോര വന്നു എന്ന് കേട്ടാൽ ഉടനെ വണ്ടി കയറുകയാണ്. അത് വളരെ വിശ്വാസത്തോടു കൂടെ. അതെന്താ? ആദ്യം പറഞ്ഞ് വിശ്വസിക്കാൻ ഒക്കുന്നില്ല, ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. വിഗ്രഹം പാല് കുടിക്കുന്നു എന്ന് കേട്ടാൽ ഭക്തിയോടെ അതിന് മുമ്പിൽ പോയി നിൽക്കും. അതെന്താ അങ്ങനെ വരുന്നത്? സത്യത്തെ സ്നേഹിച്ചു കൊള്ളാത്തവർക്ക് ഭോഷ്ക് വിശ്വസിക്കുവാൻ ദൈവം അനുവദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വലിയൊരു പ്രമാണമാണ്. വിശ്വാസിക്കും ഈ പ്രമാണം ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപാടുകൾ നടക്കുമ്പോൾ, ദൈവിക സത്യങ്ങൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിന് കീഴ്പ്പെട്ട് വിനയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നാം മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ ദൈവികമായ സത്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ വെളിച്ചം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അനേക വർഷമായിട്ട് യോഗത്തിന് പോകുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. കർത്താവ് എന്തിനാണ് ഉപമകളായി പറഞ്ഞത്? സത്യം അംഗീകരിക്കാൻ മനസ്സില്ലാത്തവർ മനസ്സിലാക്കണ്ട എന്നുള്ളതിനാണ്. എന്നാൽ സത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ അന്വേഷിച്ചു വരുമ്പോൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാനും അവരത് ഗ്രഹിക്കുവാനും വേണ്ടിയാണ് ഉപമകളായി കർത്താവ് സംസാരിച്ചത്. ഞാനത് മാത്രം പറഞ്ഞുകൊണ്ട് നിന്നാൽ പോരല്ലോ, ബാക്കി പല കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ ആ ഭാഗം വിടട്ടെ. നമുക്ക് ലഭിക്കുന്ന സത്യത്തോട് നാം വിശ്വസ്തത പുലർത്തണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് തന്നെ ഈ കാര്യം യഹൂദന്മാരോടുള്ള സംസാരവേളയിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വചനം ഗ്രഹിക്കാൻ മനസ്സില്ലാത്ത, അവൻ്റെ വചനം അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അനേക സത്യങ്ങൾ മനസ്സിലാകാതിരുന്നത്. നമ്മുടെ കർത്താവ് ജനത്തിൻ്റെ മധ്യത്തിൽ സഞ്ചരിച്ച് സംസാരിച്ച് ദൈവിക സത്യങ്ങൾ അറിയിച്ചറിയും. ചിലർക്ക് വളരെ പഠിപ്പ് കുറഞ്ഞവര്, സാധാരണക്കാര്, പാപികളെന്ന് അറിയപ്പെട്ടവര്, അവർക്കേ അത് മനസ്സിലായുള്ളൂ. പഠിപ്പുള്ളവർക്ക്, പണ്ഡിതന്മാർക്ക്, മതഭക്തിയുള്ള അനേക ആളുകൾക്ക് മനസ്സിലായില്ല. അതെന്താ അങ്ങനെ വന്നത്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണെന്ന് കർത്താവ് തന്നെ ഇവിടെ പറയുകയാണ്. എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. അത് കേട്ടോ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതാണോ ഞാൻ സ്വന്തമായിട്ട് പറയുന്നതാണോ എന്നറിയും. അപ്പോ കർത്താവ് പറഞ്ഞ ഉപദേശങ്ങൾ ആർക്കാ മനസ്സിലായത്? വളരെ പഠിപ്പുള്ളവർക്കെല്ലാം മനസ്സിലായി, സ്കൂളിൽ പോകാത്തവർക്ക് മനസ്സിലായില്ല എന്നല്ല. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർക്ക് അത് മനസ്സിലായി, ഹൃദയത്തിൽ അത് വെളിച്ചമായി തീർന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകള് ഓരോരോ ന്യായം, ബേൽസബൂലിന്റെ ന്യായവും മറ്റ് ന്യായങ്ങളും പറഞ്ഞ് അവനെ അനുസരിക്കാതിരുന്നു. ഇന്ന് രാത്രി ഈ വലിയ സത്യം ഓർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് കീഴ്പ്പെടുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ആ തുറന്ന ഹൃദയത്തോടെ ദൈവവചനം നാം വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ നമ്മോട് സംസാരിക്കാനായിട്ട്, നമുക്ക് ആ കാര്യങ്ങൾ തെളിയിച്ചു തരുവാനായിട്ട് ദൈവത്തിനും മനസ്സുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ കേവലം ഒരു റിലീജിയസ് എക്സസൈസ് ആയിട്ട്, ആത്മീയമായ കേവലം ഒരു പ്രക്രിയ എന്നുള്ള നിലയ്ക്ക്, മതപരമായൊരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഇരുളായിരിക്കും ഫലം. എന്തിനാണ് കർത്താവ് ഉപമകൾ സംസാരിച്ചത്? മനസ്സില്ലാത്തവർ ഗ്രഹിക്കാതിരിക്കുവാനും അംഗീകരിക്കാൻ മനസ്സുള്ളവർക്ക് അത് പൊരുൾ തിരിച്ചു കൊടുത്ത് അവരെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് ഉപമകളായി സംസാരിച്ചത്. ഇനി നമുക്ക് ആ ഉപമയിലേക്ക് വരാം. ആ ഉപമയുടെ വിശദീകരണം 3 സുവിശേഷങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിൽ നൽകിയിട്ടുണ്ട്. വിത്ത് വിതയ്ക്കാനായിട്ട് ഒരുവൻ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ് എന്ന് നമ്മുടെ കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടത്, അതാണ് വിതയ്ക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്ന അനേക ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്.
സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും കൺവെൻഷൻ പന്തലുകളിൽ നിന്ന് മാത്രമല്ല, മറ്റനേക വേദികളിൽ വ്യക്തിപരമായ സുവിശേഷം അറിയിക്കുന്നവര്, പരസ്യഹോമം നടത്തുന്നവര്, കർത്താവിൻ്റെ വേലയിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നവര്, സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവര്, യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവര്, YMEF പ്രവർത്തിക്കുന്നവര്, കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇവിടെയുണ്ട്. വിവിധ നിലകളിൽ ദൈവവചനം അറിയിക്കാൻ ശ്രമിക്കുന്നവരാണ് നാം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇവിടെ പ്രാരംഭത്തിൽ തന്നെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? നാം വിതയ്ക്കേണ്ടത് വിത്താണ്, വേറൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ, സ്വർണ്ണ നാണയം വിതച്ചാൽ അതിൽ നിന്ന് ഒരു റിട്ടേണും കിട്ടുകയില്ല. രത്നം വിതച്ചാൽ അതിൽ നിന്ന് അതവിടെ കിടക്കുമെന്നല്ല, അതിൽ നിന്ന് ഒരു റിട്ടേണും നമുക്ക് കിട്ടുകയില്ല. നാം വചനം തന്നെ, വിത്ത് തന്നെ വിതയ്ക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അനേക പ്രസംഗ പീഠങ്ങളിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കുഴപ്പം, ദൈവവചനമല്ല പ്രസംഗിക്കുന്നത്. ഇന്ന് നാട്ടിൽ ധാരാളം യോഗങ്ങൾ നടക്കുന്നുണ്ട്. അതും ഇതും പറയുകയാണ്, കഥ പറയുന്നു, തമാശ പറയുന്നു, ഉദാഹരണം പറയുന്നു. ഒരു കാര്യം മാത്രം പറയുന്നില്ല, ദൈവവചനം പറയുന്നില്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മാൻഡേറ്റ്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം ദൈവത്തിൻ്റെ വചനം പറയാനാണ്. ദൈവത്തിൻ്റെ വചനമല്ലാതെ വേറെ എന്തെല്ലാം പറഞ്ഞാലും യാതൊരു പ്രയോജനവും മനുഷ്യൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുകയില്ല. കഥ പറഞ്ഞാൽ തലകുലുക്കി ചിരിക്കാമെന്നുള്ളത് ശരിയാണ്, തമാശ പറഞ്ഞാൽ രസിക്കാമെന്നുള്ളത് ശരിയാണ്. അല്പസമയമൊക്കെ ഒരു രസമൊക്കെ തോന്നി വീട്ടിൽ പോകും. പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ കിട്ടുകയില്ല, സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി മനസ്സിലാകുകയില്ല, ആത്മീയമായി കൂടുതൽ ദർശനം ലഭിക്കുകയില്ല, ജീവിതം കൂടുതൽ ധന്യമായി തീരുകയില്ല, യേശുക്രിസ്തു പഠിപ്പിച്ച സമർത്ഥമായ ജീവനിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനമാണ് നാം പ്രസംഗിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റെന്തെല്ലാം പറഞ്ഞത് കൊണ്ടും മറ്റെന്തെല്ലാം വിതച്ചത് കൊണ്ടും ഒരിക്കലും ഫലമുളവാകയില്ല. നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. തമാശയും കഥയും ഉദാഹരണമൊക്കെ പറയാം. എന്തിനാ പറയുന്നത്? ഈ പറയുന്ന വചനം വിശദീകരിക്കുമ്പോൾ അത് ആളുകൾക്ക് ശരിയായി മനസ്സിലാകാൻ വേണ്ടി ഇതൊക്കെ പറയാം. പക്ഷെ വിഷയം ദൈവവചനമാണ്. ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദൗത്യമെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ എഴുതി നൽകിയിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ വായിച്ച് ആ ഭാഗം പഠിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വിശദീകരിക്കുക. അതാണ് പ്രസംഗമെന്ന് പറയുന്നത്. ഞാനൊന്നുകൂടെ പറയട്ടെ. ദൈവവചനത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് ആത്മസഹായത്തോടുകൂടെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ജനത്തിന് വിശദീകരിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. അതും ഇതും പറഞ്ഞുകൊണ്ടായില്ല. പണ്ടൊരാൾ പറഞ്ഞു, എനിക്ക് നല്ലൊരു പ്രസംഗം കിട്ടിയിട്ടുണ്ട്, ഇനി അത് പ്രസംഗിക്കാൻ ഒരു വേദഭാഗവും കൂടെ കിട്ടിയാൽ മതിയെന്ന്. നല്ലൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഇനി ആ മെസ്സേജ് അവതരിപ്പിക്കണ്ടേ, ചുമ്മാ മെസ്സേജ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുമോ? അതിനൊരു വാക്യവും കൂടെ കിട്ടിയാൽ മതി ഇനി. അപ്പൊ ഈ കിട്ടിയ മെസ്സേജ് എവിടുന്ന് കിട്ടിയതാ? എനിക്ക് അറിഞ്ഞുകൂടെ എവിടുന്നാ കിട്ടിയെന്ന്. അങ്ങനല്ല, ഈ തിരിച്ചാണ് വരേണ്ടത്. ദൈവത്തിന്റെ വചനത്തിലെ ഇന്ന സത്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണ് വരേണ്ടത്. അല്ലാതെ പ്രസംഗം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു വാക്യവും കൂടെ കിട്ടിയാൽ മതി, അതല്ല. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ നാളുകളിൽ അനേക ഇടങ്ങളിൽ ചപ്പും ചവറും പറയുകയാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന്. അതല്ല പറയേണ്ടത്. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുകയില്ല, പാപത്തിൽ നിന്ന് വിടുതലുണ്ടാകുകയില്ല, ജീവിതത്തിൽ നന്മയുണ്ടാകുകയില്ല. പ്രിയ സഹോദര സഹോദരന്മാരെ, ദൈവവചനം പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം, ദൈവാത്മ സഹായത്തോടെ, പ്രാർത്ഥനയോടെ. അത് മനുഷ്യ ജീവിതങ്ങളിൽ വലിയ വേല ചെയ്യും. അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാനായിട്ട് പുറപ്പെട്ടു. അവൻ വിത്ത് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ പല സ്ഥലത്തിലുള്ള 4 നിലയിലുള്ള സ്ഥലങ്ങളിൽ ആ വിത്ത് വീണുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ദൈവത്തിന്റെ വചനം വളരെ ശക്തിയുള്ളതാണ്. പത്രോസിന്റെ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ വചനത്താലാണ് നാം വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ പാപബോധം നൽകുവാനും രക്ഷിതാവിങ്കിലേക്ക് നയിക്കുവാനുമുള്ള കഴിവ് ദൈവവചനത്തിനുണ്ട്. ദൈവവചനം ജീവനും ശക്തിയും ചൈതന്യവുമുള്ളതാണ്. ആ ദൈവത്തിന്റെ വചനമാണ് നാം അറിയിക്കേണ്ടത്. ആ ദൈവവചനം അറിയിക്കാനായിട്ട് ഒരാൾ പുറപ്പെട്ടു. ഒന്നാമത്തേത് നാം വായിക്കുന്നത്, വഴിയരികെ വീണു. വഴിയരികെ വീണപ്പോ
എന്ത് സംഭവിച്ചെന്നാണ് അവിടെ പറയുന്നത്? വഴിയരികെ വീണപ്പോൾ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളഞ്ഞു. നിങ്ങൾ മറ്റ് ഭാഗങ്ങൾ വായിച്ചാൽ മർക്കോസ് 3:15 ഇതേ കാര്യം വായിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഉടനെ. ഉടനെ ദുഷ്ടൻ വന്ന് ഈ വചനം എടുത്തു കളയുന്നു. He snatches it away. എടുത്തുകൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. റാപ്ചർ, ഉൽപ്രാപണം എന്നുള്ളതിന് കർത്താവ് വന്ന് സഭയെ മധ്യാകാശത്തിൽ തൻ്റെ അടുക്കിലേക്ക് ചേർത്ത് കൊള്ളുന്നതാണല്ലോ ഉൽപ്രാപണം. ആ ഉൽപ്രാപണം എന്ന് പറയുന്ന, റാപ്ചർ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന അതേ വാക്കാണ് ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആശയം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. He snatches it away. ദുഷ്ടൻ വന്ന് ആ വചനം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. എപ്പോ? ഉടനെ, കേൾക്കുന്ന ഉടനെ അത് എടുത്തുകൊണ്ട് പോകും. ഇത് വേറൊരു വലിയ ആത്മീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതെന്താണെന്നറിയാമോ? ദൈവവചനം അറിയിക്കുന്ന എല്ലായിടങ്ങളിലും ഒരാത്മീക പോരാട്ടമുണ്ട്. There is a spiritual battle involved in the preaching of the word of God. ദൈവവചനം അറിയിക്കുന്ന എല്ലായിടത്തും ഒരാത്മീയ പോരാട്ടം നടക്കുന്നുണ്ട്. അതെന്താ അത്? ഈ ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ അത് ഹൃദയത്തിൽ വീണ് ഫലം തരാതെ വണ്ണം എത്രയും വേഗത്തിൽ അതിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ദുഷ്ടനായവൻ അവിടെ ഉണ്ട്. വേറെ ഒരു പ്രസംഗത്തിനും ഈ പ്രശ്നമില്ല. രാഷ്ട്രീയ പ്രസംഗത്തിൽ ഒരാത്മീയ പോരാട്ടവും ഇല്ല. അത് കമ്മ്യൂണിസ്റ്റ് പ്രസംഗിച്ചാലും, കോൺഗ്രസ് പ്രസംഗിച്ചാലും, BJP പ്രസംഗിച്ചാലും പ്രസംഗിച്ചേച്ച് പോകുക എന്നുള്ളതല്ലാതെ ഒരാത്മീയ പോരാട്ടവും അവിടെ കേൾവിക്കാരിൽ നടക്കുന്നില്ല. വേണേ സ്വീകരിക്കുക, വേണ്ടേ സ്വീകരിക്കേണ്ട, അത്രയേ ഉള്ളൂ. മതപ്രസംഗം നടത്തിയാലും ഒരാത്മീയ പോരാട്ടവുമില്ല. വിദ്യാഭ്യാസം സംബന്ധിച്ച് പ്രസംഗിച്ചാൽ ഒരാത്മീയ പോരാട്ടവുമില്ല. എന്നാൽ ദൈവവചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നോ അവിടെ എല്ലാം ഒരാത്മീയ പോരാട്ടം നടക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളത് കണ്ടില്ലെങ്കിലും വലിയ ആത്മീയ പോരാട്ടം കേൾക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഹൃദയത്തിൽ നടക്കുന്നു. അപ്പൊ പിശാച് ദൈവവചനം പറയുന്ന എല്ലാ രംഗത്തും പോരാടാനായിട്ട്, ഈ വചനം എടുത്തു കളയാനായിട്ട് അവനുണ്ട്. ആളുകൾ ഒരുപക്ഷെ യോഗത്തിന് കുറവേ വന്നുള്ളെങ്കിലും അവൻ തീർച്ചയായിട്ടും കാണും. ഒരു ദൈവദാസൻ ഒരിക്കൽ തൻ്റെ സഭയിലെ ഇടദിവസത്തെ യോഗത്തിന് പോയിട്ട് മടങ്ങി വന്നപ്പോൾ, ഇടദിവസത്തെ യോഗം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി മിക്കവാറും പേര് വരാത്ത യോഗമാണെന്നല്ലേ. ഞായറാഴ്ചയാണ് പ്രധാനം, അന്ന് എല്ലാവരും തന്നെ വരും. ഇടദിവസത്തെ പ്രാർത്ഥനയ്ക്കോ ബൈബിൾ സ്റ്റഡിക്കോ ഒക്കെ മിക്ക സഭകളിലും വളരെ കുറച്ച് പേരേ വരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സഭയായിരുന്നു ഈ പറയുന്ന ആളുടെ സഭ. അപ്പോൾ ഇടദിവസത്തെ യോഗത്തിന് താൻ പോയിട്ട് വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, വല്ലവരൊക്കെ വന്നോ? അപ്പോൾ പറഞ്ഞു, എടി ഏതായാലും ആശ്വാസം, ഇന്ന് 5 പേരുണ്ടായിരുന്നു. ഭാര്യയെ ഓർത്ത് കാണോ, അത്രയും കാര്യമായില്ല, സാധാരണ 1ഉം 2ഉം ഒക്കെ ആയിരിക്കാലും 5 പേരിന്ന് വന്നല്ലോ ഇടദിവസത്തെ പ്രാർത്ഥനയ്ക്ക്, യോഗത്തിന്. അപ്പം ചോദിച്ചപ്പോൾ ആരൊക്കെയാ ഇന്ന് ഇത്രയും താല്പര്യമായിട്ട് വന്ന 5 പേര്? അപ്പം ഈ ഉപദേശി പറഞ്ഞു, പ്രസംഗം പറഞ്ഞു, ഇന്നത്തെ 5 പേര് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഞാന്, പിശാച്, ഇങ്ങനെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു പറഞ്ഞു ഇന്നത്തെ യോഗത്തിൽ. ഒരാളെ ഉള്ളായിരുന്നു, ഇദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. പക്ഷെ ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതിൽ ഒരാളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ആരാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാനും ഉണ്ടായിരുന്നു മാത്രമല്ല, പിന്നെ പിശാചും ഉണ്ടായിരുന്നു. അത് ഓർത്തോണം. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. എവിടെല്ലാം ആത്മീയ കൂടിവരവ് നടക്കുന്നുണ്ടോ, എവിടെല്ലാം ദൈവോധനം പറയുന്നുണ്ടോ, അത് ബാലസംഘമായാലും കൊള്ളാം, സോദരീ സമാജമായാലും കൊള്ളാം, YMEF ആയാലും കൊള്ളാം, കൺവെൻഷൻ ആയാലും കൊള്ളാം, പരസ്യയോഗമായാലും കൊള്ളാം, കവലപ്രസംഗമായാലും കൊള്ളാം, ദൈവവചനം എവിടെല്ലാം പറയുന്നുണ്ടോ അവിടെ എല്ലാം ഈ പോരാട്ടമുണ്ട്. ദുഷ്ടൻ ആ വചനം എടുത്തു കളയാൻ തക്കവണ്ണം, to snatch it away, he is present there. അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ അവിടെയുണ്ട്. എന്തിനാ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നാം ശ്രദ്ധിക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രിയോ ഏത് സമയത്തോ ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഫലം അണിയാതിരിക്കത്തക്കവണ്ണം അതെടുത്തുകൊണ്ട് പോകുവാൻ പിശാചിന്റെ പ്രവർത്തനമുണ്ട് എന്നുള്ളത് നാം എല്ലാവരും ഓർത്തിരിക്കണം. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നാം കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ മേൽ ഉടനടി അനുസരണം കാണിച്ചാൽ പിന്നെ പിശാചിന് ആ വചനത്തിൻ്റെ മേൽ, ആ വിത്തിൻ്റെ മേൽ സ്വാധീനമില്ല. The word of God acted upon immediately or acted upon is beyond Satan's reach.
The word of God acted upon is beyond Satan's reach. ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച കാര്യങ്ങൾ ഞാൻ ക്രമപ്പെടുത്തുവാൻ എൻ്റെ ഹൃദയത്തിൽ നിർണയം ചെയ്താൽ പിന്നെ ആ വചനത്തെ എടുത്തുകൊണ്ട് പോകാൻ പിശാചിന് കഴിയുകയില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ഹിസ് റീച്ച്. അത് അവൻ്റെ പരിധിക്ക് അപ്പുറമാണ്. അപ്പൊ ദൈവവചനം കേൾക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? സുവിശേഷമാണെങ്കിലും കൊള്ളാം, വിശ്വാസികളോടുള്ള ദൂതാണെങ്കിലും കൊള്ളാം, എന്ത് ചെയ്യണം? നാം കേൾക്കുന്ന ആ ദൈവത്തിൻ്റെ വചനത്തിന് ഉടനടി ഹൃദയത്തെ വിനയപ്പെടുത്തി സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ച് ഹൃദയത്തിൽ നിർണയം ചെയ്ത് ആ വചനത്തിന് നാം കീഴ്പ്പെടണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദുഷ്ടനത് എടുത്തുകൊണ്ടുപോകും. എല്ലാ യോഗത്തിലും ഈ ആത്മീയ പോരാട്ടമുണ്ട് പ്രിയ സഹോദരന്മാരെ. അതുകൊണ്ടാണ് ആത്മീക യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. എന്തിനാ ഒരു കൺവെൻഷൻ നടത്താനായിട്ട് ഒരു വർഷം പ്രാർത്ഥിക്കുന്നല്ല, ഒരു ക്യാമ്പ് നടത്താനായിട്ട്? ലൈറ്റ് പോകാതിരിക്കാനും മൈക്ക് പോകാതിരിക്കാനുമാണോ? അതൊക്കെ ആവശ്യമാണ്. മഴ പെയ്യരുത്, ഇതൊക്കെയാണോ? ഇതല്ല കൺവെൻഷനിലെ പ്രധാന കാര്യം. ഇതൊക്കെ പ്രാർത്ഥിക്കണം, വേണ്ടെന്ന് ഞാൻ പറയല്ല. എന്നാൽ ഒരാത്മീയ ശുശ്രൂഷയിൽ നമ്മുടെ പ്രാർത്ഥനയിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് കറണ്ട് പോരാ എന്നുള്ളതല്ല, ആത്മീയ പോരാട്ടമുണ്ട്. ഹൃദയങ്ങളിൽ നിന്ന് ദൈവവചനം എടുത്തുകൊണ്ടുപോയി എന്ന് വരാൻ പാടില്ല. കേൾക്കുന്നവർ ആ വചനത്തിന് അനുസരണം കാണിക്കണം. അതാണ് ഏറ്റവും വലിയ ആവശ്യം. എത്രയോ പ്രധാനപ്പെട്ടൊരു സത്യമാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കപ്പെടുന്ന എല്ലായിടത്തും ആത്മീയ പോരാട്ടമുണ്ട്. ആ വചനത്തിന് നാം ഉടനെ കീഴ്പ്പെട്ട് വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ നിർണയം ചെയ്യുന്നില്ലെങ്കിൽ, കർത്താവിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ, ദുഷ്ടൻ വന്ന് ആ വചനം എടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ മാത്രമേ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നവർ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്നേ പ്രസംഗിക്കാൻ പാടുള്ളൂ. 10 പോയിന്റ് കിട്ടിയത് കൊണ്ടോ ഇൻ്റർനെറ്റിൽ നിന്ന് 2 പോയിന്റ് കിട്ടിയത് കൊണ്ടോ പ്രസംഗിക്കരുത്. അതൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് പോയിൻ്റൊക്കെ എടുക്കുന്നത് നല്ലതാണ്, ഞാനതിനെതിരല്ല. വായിക്കുകയും പഠിക്കുകയും പോയിന്റ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യണം. എന്നാൽ വചന ശുശ്രൂഷ കൊണ്ട് ഫലമുണ്ടാകണമെങ്കിൽ ആത്മീയ പോരാട്ടമാണിതെന്നറിഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു വേണം ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ. 10 പോയിന്റ് പറഞ്ഞുകൊണ്ട് ആർക്കും ആത്മീയ ഗുണമുണ്ടാകുകയില്ല. പോയിന്റ് പ്രയോജനപ്പെടണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ പോരാടുന്നതുകൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് നാം വായിക്കുന്നത് അത് സ്റ്റോണി ഗ്രൗണ്ട് അല്ലെങ്കിൽ കല്ലുള്ള പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടു എന്നാണ്. 20-ാം വാക്യം 13:20. ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. ഇവിടെ ഇതാ ഒരാള് വചനം കേട്ട് സന്തോഷത്തോടെ കൈക്കൊള്ളും. എല്ലാ യോഗത്തിലും അങ്ങനെയുള്ള ആളുകളാണ്. സന്തോഷത്തോടെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ എന്താ? അവർ മിക്കവാറും മുമ്പിലൊക്കെ തന്നെ നല്ലതായിട്ട് പ്രസംഗം കേൾക്കാനും പ്രസംഗൻ്റെ മുഖം കാണാനും ഒക്കെ ഒക്കുന്നിടത്ത് തന്നെ വന്നിരിക്കും. പ്രസംഗൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം പറഞ്ഞാൽ ഉടനെ ചിരിക്കും, പിന്നെ തലയാട്ടും, നോട്ടൊക്കെ എഴുതിയെടുക്കും. മാത്രമല്ല അടുത്തിരിക്കുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ആണ്ട് കേക്ക് എന്ന് പറഞ്ഞെന്ന് തോണ്ടുകയും കൂടെ ഇരിക്കുന്നവരെയൊക്കെ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. സന്തോഷത്തോടെ കൈക്കൊള്ളും. വേണ്ടി വന്നാൽ പ്രസംഗൻ ഇറങ്ങി വരുമ്പം വളരെ നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ ബ്രദറെ, സ്തോത്രം എന്ന് പറയുകയും ചെയ്യും. സന്തോഷത്തോടെ കൈക്കൊണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. തലയാട്ടിയതും നോട്ടെഴുതിയതും ചിരിച്ചതും മിച്ചം, യാതൊന്നും സംഭവിച്ചില്ല. വന്ന പടിയെ അയാൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ പ്രസംഗത്തിന് എതിരൊന്നും പറയാറില്ല. അയ്യോ ഇതൊക്കെ വളരെ നല്ല കാര്യം, ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഇതാണ് വേണ്ടത്. നമുക്ക് വലിയ സന്തോഷമാണ് ദൈവവചനം കേൾക്കുന്നത്. സന്തോഷം കൊണ്ട് ഒരു ഗുണവും ഇല്ല കേട്ടോ. കേൾക്കുന്ന വചനം അനുസരിക്കുന്നില്ലെങ്കിൽ ചിരിച്ചത് മിച്ചം ഒരു ഗുണവുമില്ല. സന്തോഷം മാത്രം കാണിച്ചത് കൊണ്ട് they received the word gladly. സന്തോഷത്തോടെ അവർ കൈക്കൊണ്ടു. പക്ഷെ ആ വചനം അകത്തേക്ക് പോകുവാൻ അനുവദിച്ചില്ല. വേര് വന്നില്ല. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അടുത്ത് മൂന്നാമത്തെ കൂട്ടര് തോണി ഗ്രൗണ്ട്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മൂന്നാമത്തെ കൂട്ടര് മുള്ളിനിടയിൽ വീണ വിത്ത്, അതുപോലെ ഹൃദയത്തിൽ വിത്ത് വീണവരാണ്.
അവരെക്കുറിച്ച് എന്താ നാം വായിക്കുന്നത്? വചനം വീണു, പക്ഷേ ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, ഇത് വചനത്തെ ഞെരുക്കി. ലൂക്കോസ് 8:14 ഇതേ കാര്യം പറയുമ്പോ ദ പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്, ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ, ലസ് ആൻഡ് എൻജോയ്മെന്റ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ മോഹങ്ങൾ. അപ്പൊ പല കാര്യം ഈ ലിസ്റ്റിലുണ്ട്. എന്തൊക്കെയാ? ഈ ലോകത്തിന്റെ ചിന്താകുലമുണ്ട്, ധനത്തിന്റെ വഞ്ചനയുണ്ട്, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളോടുള്ള നമ്മുടെ പറ്റുമാനമുണ്ട്, ഈ ലോകത്തിലെ സന്തോഷങ്ങൾ, താൽക്കാലിക സന്തോഷങ്ങൾ, ഇതെല്ലാം കൂടെ വന്നിട്ട് ഈ വചനത്തെ ഞെരുക്കിക്കളെ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കർത്താവ് പറയുകയാണ്, വിതയ്ക്കപ്പെടുന്നത് ദൈവവചനമാണെങ്കിലും, അത് ശക്തിയുള്ളതാണെങ്കിലും, ജീവനുള്ളതാണെങ്കിലും, ചൈതന്യമുള്ളതാണെങ്കിലും, നാം ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ ശക്തിയെ, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ്, അതിൻ്റെ ഫലത്തെ കെടുത്തു കളയാനുള്ള പൊട്ടൻഷ്യൽ ശക്തിയുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഞാനിങ്ങനെ പറയട്ടെ, ദ കെയർസ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദ പ്ലഷേഴ്സ്, ദ ലസ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്, they have the potential to choke the word or make the word totally ineffective. ഈ ലോകത്തിന്റെ വഞ്ചനയ്ക്കും, ധനത്തിന്റെ ചിന്താകുലത്തിനും, ധനത്തിന്റെ വഞ്ചനയ്ക്കും, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യത്തിനും ദൈവവചനത്തിന്റെ ശക്തിയെ കെടുത്തു കളയാൻ ഉള്ളതായ, അതിനെ ഞെരുക്കിക്കളയാനുള്ളതായ പൊട്ടൻഷ്യൽ ശക്തി ഉണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അനേക ആളുകളും ദൈവത്തിൻ്റെ വചനം അംഗീകരിച്ച് സ്വീകരിച്ച് അതിൻപടി നടക്കാത്തത്, അങ്ങനെ നടക്കാൻ ആവശ്യം വന്നാൽ, നടക്കാൻ തീരുമാനിച്ചാൽ അവരിന്ന് പിൻപറ്റുന്ന പല ലോകസുഖങ്ങൾ വെടിയേണ്ടതായിട്ട് വരും. പാപത്തിന്റെ മോഹങ്ങളോട് വേണ്ട എന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കൂടുതൽ ഭക്തി ജീവിതത്തിലേക്ക് വരുന്നില്ല. മറ്റു ചിലര് ഈ ലോകത്തിന്റെ ചിന്താകുലം, എന്തെല്ലാം കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് രാവിലെ സഭാപ്രസംഗി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് വളരെ രസകരമായൊരു കാര്യം ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും വായിച്ചു കാണും. ഒരുത്തൻ്റെ കാര്യം പറയാണ്, അവന് സഹോദരനുമില്ല, ബന്ധക്കാരും ആരുമില്ല. ശലോമോൻ പറയുന്ന, എന്നിട്ടും അവൻ രാപ്പകൽ കിടന്ന് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ, അവന് ബന്ധുമിത്രാദികളോ മക്കളോ ഭാര്യയോ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇനി അവർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്ന എന്തെങ്കിലും വിചാരിക്കാം. ശലോമോൻ പറയാണ്, ഞാനീ പറയുന്ന പുള്ളിക്ക് സഹോദരനുമില്ല, വീട്ടുകാരുമില്ല, ഒറ്റയാനാ, എന്നിട്ടും രാവും പകലും ഓവർ ടൈമും കിടന്ന് കഷ്ടപ്പെടുക. ഇതെന്തിനാണാവോ എന്ന് ശലോമോൻ അതിശയിക്കുന്ന ഒരു ഭാഗം സഭാപ്രസംഗയിലുണ്ട്. നല്ല രസമാണ് അത് വായിച്ചാൽ. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, ധനവാനാകുവാനുള്ള ആഗ്രഹം, പാപത്തിൻ്റെ ഭോഗത്തോടുള്ള താല്പര്യം, അനേക തരത്തിലുള്ള വറീസ്, അനേക ചിന്താകുലങ്ങൾ, നാളെയെക്കുറിച്ചുള്ള ചിന്ത, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്ത, വീട് പണിയെക്കുറിച്ചുള്ള ചിന്ത, കല്യാണത്തെക്കുറിച്ചുള്ള ചിന്ത, ധനത്തെക്കുറിച്ച്, ബിസിനസിനെ കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കയറിയിട്ട് ഈ ദൈവവചനം വളരുന്നതിന് ഇടം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വണ്ണം ദൈവവചനത്തെ ഞെരുക്കിക്കളയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടോ? സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ദുഃഖകരമായൊരു കാര്യം. നിലനിൽക്കുന്ന ഫലങ്ങൾ ഉളവാക്കുവാൻ, നിത്യതയ്ക്കായിട്ട് നമ്മെ ഒരുക്കുവാൻ, നിത്യതയിൽ വലിയ പ്രതിഫലം നൽകുന്ന നിലയിലേക്ക് നമ്മെ ആക്കി തീർക്കുവാൻ ദൈവവചനത്തോടുള്ള അനുസരണത്തിന് കഴിയും. പക്ഷേ അത് നാം അനുവദിക്കാതെ താൽക്കാലികമായി ഈ കാലം 50, 60, 70 വർഷം നൈമിഷികമായി ഈ ലോകത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സുഖം, ഈ ലോകത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന ലാഭം, അതിൻ്റെ കാര്യം ഓർത്തോർത്ത്, അതിൻ്റെ ഹിന്ദിയിൽ പറഞ്ഞാൽ ചക്കറിൽപ്പെട്ട് അതിൻ്റെ പുറകെ കൂടിയിട്ട് നിത്യതയുടെ കാര്യം വിസ്മരിച്ചു പോവുകയാണ്. എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. വില്യം മാക്ഡൊണാൾഡ് എന്ന ദൈവത്തിൻ്റെ ദാസൻ എഴുതിയ തിങ്ക് ഓഫ് യുവർ ഫ്യൂച്ചർ എന്നൊരു ചെറിയൊരു പുസ്തകമുണ്ട്. നിങ്ങൾ ചിലർ വായിച്ചു കാണും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ആ പുസ്തകത്തിൽ അദ്ദേഹം നിത്യതയും കാലവും തമ്മിൽ ഉള്ളതായി ബന്ധത്തെ സൂചിപ്പിക്കാൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, നിത്യത എത്രയോ വിലപ്പെട്ടതാണ്, കാലം എത്രയോ നിസ്സാരമാണ് എന്ന് കാണിക്കാൻ അതിൽ ഒരെണ്ണം മാത്രം ഞാൻ പറയട്ടെ.
നമ്മളൊരു കടലിൽ കൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു ടീസ്പൂൺ ഒരു കരണ്ടിയുണ്ട്. ആ ടീസ്പൂണിൽ 1 ടീസ്പൂൺ വെള്ളം ആ കടലിൽ നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ബോട്ടിൽ പോവുകയാണ്, നമ്മുടെ കയ്യിൽ ഒരു ടീസ്പൂൺ ഉണ്ട്. ആ ടീസ്പൂണിൽ നിന്ന് കടലിൽ നിന്ന് 1 കരണ്ടി വെള്ളം ഇങ്ങനെ നമ്മൾ കോരി എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണിനകത്ത് വെള്ളമുണ്ട് അല്ലേ, എൻ്റെ ടീസ്പൂണിൽ വെള്ളമുണ്ട്. ഈ ചുറ്റും ഈ കടലിൽ മഹാസാഗരത്തിൽ വെള്ളമുണ്ട്, രണ്ടും വെള്ളമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടീസ്പൂണിലെ വെള്ളമാണ് കാലം, ഈ കടൽ മുഴുവനാണ് നിത്യത. എന്തിനാ അത് പറയുന്നതെന്നറിയാമോ? ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 1 ടീസ്പൂൺ വെള്ളത്തിൻ്റെ കാര്യത്തിന് വേണ്ടി രാവും പകലും ഞാൻ അധ്വാനിച്ച് ഈ മഹാസാഗരത്തെ മുഴുവൻ ഞാൻ വിസ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെത്രയോ ഭോഷത്തരമാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? വരുവാനുള്ള നിത്യത മുഴുവൻ നമുക്ക് നന്മയും അനുഗ്രഹവും പ്രതിഫലവും നൽകുന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുമാറുള്ള ഒരു ജീവിത ശൈലി അവലംബിക്കുന്നതിന് ദൈവവചനത്തോടുള്ള അനുസരണം നമ്മെ സഹായിക്കുമെന്നിരിക്കെ, അതിന് പ്രതിബന്ധമായിട്ട് ചുരുക്കം ചില വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഞാൻ ചിന്താകുലപ്പെട്ട് വ്യാപൃതനായി നിത്യതയെ ഞാൻ അവഗണിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ വലിയ ഭോഷനാണ്. ഈ ആളുകളുടെ കാര്യത്തിൽ എന്ത് പറ്റി? അവരും സന്തോഷത്തോടൊക്കെ ആയിരിക്കും കൈക്കൊണ്ടത്. പക്ഷേ ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങൾ കയറി വന്നപ്പോൾ, ധനത്തിൻ്റെ വഞ്ചന വന്നപ്പോൾ, ഞാനിത് പറയട്ടെ, riches have an inherent deceitfulness in them. ധനത്തിന് അതിൻ്റെ ഉള്ളിൽ ബിൽറ്റിൻ ആയിട്ട് ഒരു വഞ്ചനയുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് വിശ്വാസിയുടെ കയ്യിലിരിക്കുന്ന ധനമാണെങ്കിലും അവിശ്വാസിയുടെ കയ്യിലിരിക്കുന്ന ധനമാണെങ്കിലും ധനം കൂടുന്നത് എപ്പോഴും പ്രശ്നമാണ്. നീ വിശ്വാസി ആണേലും അത് പ്രശ്നമാണ്. ധനം അതിൽ തന്നെ ദോഷമുള്ളതല്ലെന്നുള്ള ശരിയാണെങ്കിലും ധനം കൂടുമ്പോൾ അതോടൊപ്പം വളരെ വഞ്ചന വർദ്ധിക്കും, പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ധനം കൂടുമ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം കുറയുകയല്ല. വളരെ പ്രാർത്ഥിച്ച് വളരെ ദൈവത്തിൽ ആശ്രയിച്ച് നീ നിന്നില്ലെങ്കിൽ നിന്റെ കയ്യിൽ വരുന്ന ധനം നിന്റെ ആത്മീയത്വത്തെ നശിപ്പിക്കുകയുള്ളൂ. നിർബന്ധമില്ല നശിപ്പിക്കണമെന്ന്, പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെ മസിൽ പിടിച്ച് നീ നിന്നില്ലെങ്കിൽ ഈ ധനം നിനക്ക് ദോഷമായിട്ടേ തീരൂ. ധനത്തിൻ്റെ വഞ്ചന, ഈ ലോകത്തിലെ ചില്ലറ പാവങ്ങളോടുള്ള നമ്മുടെ സ്നേഹം, അത് വിട്ടുകളയാൻ മനസ്സില്ല. ചില ബന്ധങ്ങൾ വിട്ടുകളയാൻ മനസ്സില്ല. ചിലരോട് ക്ഷമ ചോദിക്കാൻ മനസ്സില്ല. ചില സന്ദർഭങ്ങളിൽ താഴാൻ മനസ്സില്ല. ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്താൻ മനസ്സില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിത്യത മുഴുവൻ നമുക്ക് ഇഹത്തിലും പരത്തിലും ലഭിക്കുവാനുള്ള വളരെ അനുഗ്രഹങ്ങളെ ഈ കാര്യങ്ങളുടെ പേരിൽ നാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. എത്രയോ ദുഃഖകരമായ കാര്യം. റിമെമ്പർ, ദീസ് തിങ്സ് ക്യാൻ റെൻഡർ ദ വേർഡ് ഓഫ് ഗോഡ് ഇൻഇഫക്റ്റീവ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ദൈവവചനത്തെ നിഷ്പ്രഭമാക്കി കളയുവാൻ, നിർവീര്യമാക്കി കളയുവാനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത്? എത്രയോ നല്ല സത്യങ്ങൾ നാം കേട്ടു, എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ കാതുകൾ വന്ന് അലച്ചു, എത്രയോ ആത്മീയ പ്രകാശം ദൈവം നമുക്ക് തന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ, ചില ബന്ധങ്ങൾ കൊണ്ട്, പാപത്തോടുള്ള സ്നേഹം കൊണ്ട്, ധനത്തോടുള്ള പ്രിയം കൊണ്ട്, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ആ ദൈവവചനം നമ്മിൽ വേല ചെയ്യുവാൻ നാം ഇടം കൊടുത്തില്ല. എത്രയോ ദുഃഖകരം. ഒടുവിൽ നാം വായിക്കുന്നത് നാലാമത്തെ ഗ്രൗണ്ട്, നാലാമത്തെ നിലം, അത് നല്ല നിലം. 23-ാം വാക്യം, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടു. അതെന്താ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത്? ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. നല്ല നിലം എന്ന് പറയുന്നത് വചനം കേട്ട് ഗ്രഹിക്കുക. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കേവലം മനസ്സിലാകുക എന്നുള്ള ആശയത്തിലല്ല ഗ്രഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വചനം അംഗീകരിക്കുക, കൈക്കൊള്ളുക എന്നുള്ള ആശയത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇതേ കാര്യം പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗമൊന്ന് ശ്രദ്ധിക്കണം. ലൂക്കോസ് 8:15 ഈ കാര്യം തന്നെ പറയുകയാണ്. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അപ്പൊ ആർക്കാണ് ഈ വചന കേൾവി പ്രയോജനം ചെയ്യുന്നത്? വചനം കേട്ട് അത് ഗ്രഹിച്ച് നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഫലം കൊടുക്കുക.
യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഹൃദയം എന്ന് പറയുന്നത് ഇച്ഛാശക്തിയുടെ ഇരിപ്പിടമാണ്. ഹാർട്ട് ഈസ് ദ പ്ലേസ് ഓഫ് വൊളീഷൻ, വിൽ പവർ. നമ്മളെ സംബന്ധിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ ഇച്ഛാശക്തിയാണ് നമ്മളും പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? ഈ വചനം കേട്ടിട്ട് തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ആ വചനത്തെ മനഃപൂർവ്വമായി ഹൃദയത്തിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് അംഗീകരിക്കുക, ആ സത്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക, അവരാണ് നല്ല ഫലം കൊടുക്കുന്നവർ. When you hear the word of God, you exercise your willpower and you choose to obey what the word says. നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ, നാം കേട്ട കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് നാം മനഃപൂർവ്വമായിട്ട് മനസ്സ് വെക്കുക. അപ്പോഴാണ് നല്ല ഫലം ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, ഈ 4 നിലത്ത് വീണതും ഒരേ വിത്തായിരുന്നു. വഴിയരികെ വീണത്, പാറസ്ഥലത്ത് വീണത്, മുള്ളിനിടയിൽ വീണത്, വിത്ത് നല്ലതല്ലാഞ്ഞുകൊണ്ടല്ല അത് ഫലം പുറപ്പെടുവിക്കാഞ്ഞത്. ഒടുവിലത്തെ സ്ഥലത്ത് നല്ല വിത്ത് വീണു, അതുകൊണ്ടല്ല ഫലം പുറപ്പെടുവിച്ചത്. എല്ലാ വിത്തും ഒന്ന് തന്നെയായിരുന്നു. ഓൾ ദ സീഡ് ഹാഡ് ദ സെയിം പൊട്ടൻഷ്യൽ. ഈ വിത്തിനെല്ലാം ഒരേ ശക്തി ഉണ്ടായിരുന്നു. പിന്നെന്തേ ചിലത് ഫലം അണിയാഞ്ഞത്, ചിലത് ഫലം കൊടുത്തത്? വിത്തിന്റെ മേന്മയുടെ അടിസ്ഥാനത്തിലല്ല. വിത്തെല്ലാം നല്ലതാണ്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ വചനത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. All the seed had the potential to bring forth 100-fold. 100 മേനി വിളയാനുള്ളതായ കഴിവ്, ശക്തി ഈ 4 സ്ഥലത്ത് വീണ വിത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെന്തേ ഫലം അണിയാഞ്ഞു? വിത്തിന്റെ കുഴപ്പമല്ല. ആ വിത്ത് വീണപ്പോൾ, അതിനോട് വചനം വീണപ്പോൾ അതിനോട് പ്രതികരിച്ച വിധം. എൻ്റെ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം കേട്ടത് കൊണ്ടോ, സന്തോഷത്തോടെ കൈക്കൊള്ളത് കൊണ്ടോ, നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ടോ അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഈ ദൈവവചനം കേട്ട് അനുസരിക്കുന്നതിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ എല്ലാം പറയാൻ തുടങ്ങിയാൽ അടുത്തൊരു പ്രസംഗമായി പോവും. ഇനി 1 മണിക്കൂർ വേണം. എന്നാൽ അതിന് ഞാൻ തുനിയല്ല. എന്നാലും 2-3 വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ. നമ്മുടെ കർത്താവ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇതെല്ലാം നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്, ഈ വായിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു കൂട്ടരെ കുറിച്ച് കർത്താവ് പറയുക. എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് ഒരു പ്രത്യേക കൂട്ടരെ കുറിച്ച് പറയുകയാണ്. 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ ചില ആളുകള് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല, പക്ഷെ അവർ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? കർത്താവേ കർത്താവേ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. They say but they do not. പറയുന്നുണ്ട് പക്ഷേ ചെയ്യുന്നില്ല. 23-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ അവിടെയും ഇതുപോലൊരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായി തന്നെ 23-ന്റെ 4-ാമത്തെ വാക്യം, അവർ ഘനമുള്ള ചൂടുകളെ 3-ാം വാക്യം, അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. They say but they do not do. അപ്പൊ ഇവിടെ ഇതാ ഒരു കൂട്ടര് അവര് നല്ല കാര്യങ്ങൾ പറയും. കർത്താവേ കർത്താവേ, ഒരു പ്രാവശ്യമല്ല കർത്താവേ എന്ന് വിളിക്കുന്നത്. കുറച്ച് കരിസ്മാറ്റിക് ആണ് അവർ. 2 പ്രാവശ്യം കർത്താവേ കർത്താവേ ഉത്സാഹത്തോടെയാണ് വിളിക്കുന്നത്. പക്ഷേ പറയുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. പരീശന്മാരുടെ കാര്യവും അങ്ങനെ തന്നെയാണെന്ന് കർത്താവ് പറഞ്ഞു. പറയുന്നുണ്ട്, ചെയ്യുന്നില്ല. ഇനി മത്തായി 7:26 വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. ഇവിടെ വേറൊരു കൂട്ടര് അവർ കേൾക്കുന്നുണ്ട് പക്ഷെ ചെയ്യുന്നില്ല. ആദ്യത്തെ കൂട്ടര് പറയുന്നുണ്ട്, ചെയ്യുന്നില്ല. 2-ാമത്തെ കൂട്ടര് കേൾക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. The first group, they say but they do not.
The second group, they hear the word but they do not. അവർ കേൾക്കുന്നുണ്ട് പക്ഷേ ചെയ്യുന്നില്ല. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവര് ഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചെയ്യുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. Blessed are ye if you do these things when you know these things. ഈ കാര്യങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. യാക്കോബ് 4:17 പറയുന്നുണ്ട്, ഒരുത്തിന് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ അവനത് പാപമാണെന്ന്. അപ്പൊ ഇവിടെ ഇതാ ഒരു മൂന്നാമത്തെ കൂട്ടര്, അവർക്കറിയാം, സത്യം മനസ്സിലായി, അവർക്ക് കാര്യം പിടുത്തം കിട്ടി. They know, they have understanding but they do not. അവര് കാര്യം ഗ്രഹിച്ചു പക്ഷേ അവര് ചെയ്തില്ല. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു സത്യം ശ്രദ്ധിക്കണേ. 8:43, എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? ഞാൻ മുമ്പേ ഒരു വാക്യം വായിച്ചല്ലോ, 7:17, അതോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാക്യമാണ്. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്താ കാരണം? സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ടല്ല, ഫിലോസഫി അറിയാൻ മേലാത്തതുകൊണ്ടല്ല, എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്ക കൊണ്ടത്രേ. എന്തുകൊണ്ടാണ് ചിലർക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത്? വചനം കേൾപ്പാൻ മനസ്സില്ല, അനുസരിക്കാൻ മനസ്സില്ല. പറയുന്ന വാചകത്തിന്റെ അർത്ഥമൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അനുസരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്ന ആളുകളെ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ചിലര് നല്ല കാര്യമെല്ലാം പറയും, കർത്താവേ കർത്താവേ എന്ന് പറയും, പക്ഷേ ചെയ്യുകയില്ല. They say but they do not. രണ്ടാമത്തെ കൂട്ടര്, അവർ കേൾക്കുന്നുണ്ട്, they hear but they do not. കേൾക്കുന്നുണ്ട് പക്ഷേ ചെയ്യുന്നില്ല. മൂന്നാമത്തെ കൂട്ടര്, they understand, they know but they do not. അവർ ഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചെയ്യുന്നില്ല. ആർക്കാ പിന്നെ ഗുണം വരുന്നത്? അതാ കർത്താവ് ലൂക്കോസിൽ പറഞ്ഞത്, ഈ വചനം നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവചന സത്യങ്ങളെ ഹൃദയംഗമായിട്ട് അംഗീകരിച്ച് ആ സത്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ആ സത്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ ഇച്ഛാശക്തിയെ ഏൽപ്പിച്ചു കൊടുക്കുക. അത് മാത്രമാണ് ദൈവവചന കേൾവി കൊണ്ട് ഗുണമുണ്ടാകാനുള്ള മാർഗം. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിശ്വാസികളോടും അവിശ്വാസികളോടും ഞാൻ ഈ വാക്കുകൾ പറയട്ടെ. നിന്റെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് നിനക്ക് ബോധമുണ്ട്. കഴിഞ്ഞ അനേക നാളുകളായി സുവിശേഷത്തിന്റെ വാക്കുകൾ നീ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവഭക്തിയുള്ള കുടുംബങ്ങൾ ജനിച്ചു വളരാൻ നിനക്കിടയായി കാണും. ധാരാളം കൺവെൻഷനുകൾ, പ്രസംഗങ്ങൾ കേൾക്കാനിടയായി കാണും. നീ പാപിയാണെന്നും നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അനുതാപത്തോടെ ആ ക്രൂശ് മരണത്തിൽ ശരണപ്പെടുന്നവർക്ക് സൗജന്യമായി പാപമോചനമുണ്ട് എന്നുള്ള വസ്തുത നീ കേട്ടിട്ടുണ്ട്. നിനക്കത് ഒരളവിൽ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നിന്റെ പാപവഴികളെ ഓർത്ത് അനുതപിച്ച് ദൈവോത്രങ്ങളിലേക്ക് തിരിയുവാൻ ഇന്നുവരെ നിനക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനമുണ്ടായിട്ടില്ല. കൂടുതൽ ഇരുട്ട് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതല്ലാതെ മറ്റ് യാതൊന്നും ഈ അറിവ് കൊണ്ട് സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ പ്രാരംഭ നിമിഷങ്ങൾ ഓർപ്പിച്ചതുപോലെ, ദൈവിക സത്യങ്ങൾ മനസ്സിലായിട്ടും അതിന് കീഴ്പ്പെടുവാൻ നീ മനസ്സ് വെക്കുന്നില്ലെങ്കിൽ, ദൈവിക സത്യങ്ങളെ, ദൈവവചന ഉപദേശത്തെ അനുസരിച്ച് പിൻപറ്റുവാൻ നീ മനസ്സ് വെക്കുന്നില്ലെങ്കിൽ, നിന്റെ വെളിച്ചം ഇരുളായിത്തീരുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ഇന്ന് രാത്രി വരെയും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപങ്ങളുടെ മോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരാത്ത ആരെങ്കിലും ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം ഒരു അവസരം കൂടെ തരികയാണ്. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷന്റെ ഒടുവിലത്തെ ഈ രാത്രിയിൽ ദൈവം ഒരു അവസരം കൂടെ തരികയാണ്. നിന്റെ പാപത്തെ ഓർത്ത് അനുദപിക്കുവാൻ. കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടു പോയൊരു പാപി, എന്നാൽ എൻ്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനിൽ എൻ്റെ പാപമോചനത്തിനായി ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയുവാൻ നിനക്കിന്ന് രാത്രി മനസ്സുണ്ടോ? എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം കർത്താവേ എന്ന് പറഞ്ഞ് അവങ്കിലേക്ക് ഇന്ന് രാത്രി നീ തിരിയുമോ? നിന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നീ അത് ചെയ്യണം. ക്രൂശിലെ കള്ളൻ, മാനസാന്തരപ്പെട്ട കള്ളനെ കുറിച്ച് നമുക്കറിയാം. അവന്റെ തെറ്റിനെ കുറിച്ച് അവന് ബോധ്യം വന്നു. കർത്താവ് ആരാണെന്നുള്ള ബോധ്യം അവനുണ്ടായപ്പോൾ അവന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അവൻ യേശുവിങ്കലേക്ക് തിരിഞ്ഞ് എന്നെ ഓർക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ പറഞ്ഞു.
മറ്റേ കള്ളനും പല കാര്യങ്ങൾ അറിയാമായിരുന്നു, പക്ഷെ അവനത് അവൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇന്ന് രാത്രി വരെയും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് പാപമോചനം പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരുന്നോ ദൂരെ നിന്നു ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, എൻ്റെ കർത്താവേ, എൻ്റെ പാപാവസ്ഥ ഞാൻ കാണുന്നു, പാപം ശിക്ഷിക്കപ്പെടേണ്ടതാണ്, എൻ്റെ പാപം എന്നെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കൂ. എന്നാൽ എന്നെ സ്നേഹിച്ച് ദൈവപുത്രൻ എൻ്റെ പാപത്തിന് ശിക്ഷ മുഴുവൻ സഹിച്ചു എന്നുള്ള സുവിശേഷം ഞാൻ അറിയുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ആ കർത്താവിൽ ശരണപ്പെടുവാൻ ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവപുത്ര, എന്നെ രക്ഷിക്കണമേ എന്ന് ഇന്ന് രാത്രി നീ അവനോട് നിലവിളിക്കുമെങ്കിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. നീ പാപിയാണെന്ന് സമ്മതിക്കണം. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ദൈവപുത്രൻ മരിച്ചതെന്ന് വിശ്വസിക്കണം. അനുതാപത്തോടെ ആ ദൈവപുത്രനിൽ ഇന്ന് രാത്രി നീ ശരണപ്പെടണം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, നീ ദൈവ പൈതലായി തീരും. അപ്പോഴാണ് കേൾക്കുന്ന വചനം നിന്റെ ഹൃദയത്തിൽ ഫലമണിയുന്നത്. ഈ കേൾക്കുന്ന വചനത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ മനസ്സ് വെക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം പേരും വിശ്വാസികളാണല്ലോ. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ വചനം വെളിച്ചം വീശുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭാജീവിതം, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഈ ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ധനത്തോടുള്ള ബന്ധത്തിൽ, ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ വചനം വെളിച്ചം വീശുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് നന്നായി എന്ന് പറഞ്ഞ് പോകാനാണോ നാം ഇവിടെ വന്നിരിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഞാൻ ഈ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ ഇതാ സംഗ്രഹിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു നിർണയം ചെയ്യുന്നു, ഈ വചനങ്ങൾക്കനുസരിച്ച് ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണം കാണിക്കുവാൻ ഇന്ന് രാത്രി നാം മനസ്സ് വെക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. നമ്മുടെ അനേകരുടെയും ജീവിതത്തിൽ ആത്മീയമായി വെളിച്ചം കൂടുതൽ ലഭിക്കാത്തത് ലഭിച്ച വെളിച്ചത്തോട് അനുസരണം കാണിക്കാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കാര്യം ഗ്രഹിച്ചു, പക്ഷേ അനുസരിക്കാൻ മനസ്സാക്കാഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രസംഗം കേട്ടിട്ട് പ്രസംഗ ഭാഷയൊക്കെ മനസ്സിലാകുന്നെങ്കിലും ആത്മീക വെളിച്ചം ഹൃദയത്തിൽ ഉദിക്കുന്നില്ല. എത്രയോ ഭയങ്കരമായൊരവസ്ഥ. ഇന്ന് രാത്രി അനുദപിക്കുക. നിന്റെ കുറവ്, ദൈവവചനത്തെ ഉപേക്ഷയായി വിചാരിച്ചത്, അനുസരിക്കാതിരുന്ന കുറവ് ഏറ്റുപറയുക. ദുഷ്ടൻ വന്ന് ആ വചനം എടുത്തു കളയുവാൻ തയ്യാറായി നിൽക്കുന്നുവെന്നറിഞ്ഞ് ദൈവവചനത്തിൻ്റെ കേൾവിയുടെ മുൻപിൽ ഉടനടി അതിന് കീഴ്പ്പെടുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നൊരു മനോഭാവം കാണിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന മനോഭാവം കാണിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ കേട്ട വചനത്തെ അനുഗ്രഹമായി നന്മയായി തീർക്കും. നിന്റെ വ്യക്തിപരമായ ജീവിതം കൂടുതൽ വിശുദ്ധമായി തീരും, ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ളതായി തീരും. നിന്റെ കുടുംബജീവിതം, സഭാജീവിതം അത് നന്മയായി സന്തോഷകരമായി തീരും. നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ദൈവവചനത്തോടുള്ള അനുസരണം വഴിയാണ്. വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ വിലയേറിയ ആത്മീയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.